കഴിഞ്ഞ വർഷം 2024 നവോദയ എക്സാമിന് വരെയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആ ടോപ്പിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് രണ്ടെണ്ണത്തിലും. ഇവിടെ എത്രയുണ്ട് നോക്കിക്കേ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. 290.32 ഇൻറ്റു 0.02 ആണ് ആൻസർ. ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. അപ്പോൾ എല്ലാവരും ഇന്ന് തമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാത്സിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള നമ്പർ സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ? എല്ലാം നമ്മൾ ലൈവ് വന്നു. അതേപോലെ ഫ്രാക്ഷൻസിൻ്റെ ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ, അതേപോലെ ഇനി നമ്മൾ സബ്ട്രാക്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വെച്ചിട്ട്, അതേപോലെ സിംപ്ലിഫിക്കേഷൻ, എല്ലാവരും ബോർഡ് മാസ്റ്ററിൻ്റെ 2 വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായും പോയി കാണുക കേട്ടോ. കണ്ടിട്ട് അതിനകത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ട് മാസ്, അതേപോലെ പുതിയൊരു ടോപ്പിക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. ആവറേജിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് എന്താ, ശരാശരി എന്താ, എങ്ങനെ കാണണം എന്നും കൂടി ഒന്ന് നോക്കാൻ പോവാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ, നമ്മുടെ ആപ്പിലുണ്ട്. അതേപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ നേരിട്ട് ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കൊരു ചെറിയ ഇൻട്രോ പോലെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും എന്നൊന്ന് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെസിമൽസ് വെച്ചിട്ടാണ്. നമുക്കൊരു ടോപ്പിക്ക് തന്നെയുണ്ട് ഡെസിമൽസ് വെച്ചിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും. മീൻസ് സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, അഡീഷൻ ആയിക്കോട്ടെ, പോയിന്റ് വരുന്ന എല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അതിന് വേണ്ടി തന്നെ നമുക്കൊരു പാർട്ടുണ്ട്. അത് തുടക്കം മുതൽ, നവോദയ എക്സാമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ കഴിഞ്ഞ വർഷം 2024 നവോദയ എക്സാമിന് വരെയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആ ടോപ്പിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, കൂടിപ്പോയ 2 ടോപ്പിക്ക് എടുത്ത് കളഞ്ഞിട്ട് ഒരു 2 ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ഇൻ ചെയ്യുവാണ് സാധാരണ പതിവുള്ളത്. അതിന് ഈ പ്രാവശ്യം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ വരാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഡെസിമൽസിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 140.75 ഇൻറ്റു 0.01. എങ്ങനെ നിങ്ങളിത് ചെയ്യാൻ പോകുന്നത്? എല്ലാവരും എടുത്തിട്ട് 140.75 ഇൻറ്റു 0.01 എന്ന് എഴുതിയിട്ട് 5, 7, 0, 4, 1 ഇങ്ങനെയാണോ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താ ചെയ്യണ്ടേ? ജസ്റ്റ് ഈ പോയിൻ്റൊക്കെ അങ്ങ് മാറ്റുക. രണ്ടിൻ്റെയും പോയിൻ്റ് മാറ്റുക. പോയിൻ്റ് മാറ്റി കഴിയുമ്പോൾ നോക്കിക്കേ, 14075 ഇൻറ്റു 001. ഫ്രണ്ടിൽ എത്ര 0 ഉണ്ടെങ്കിലും അതെന്താ? 1 ആണ്. 14075 ഇൻറ്റു 1 എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 14075 തന്നെ. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് രണ്ടെണ്ണത്തിലും. ഇവിടെ എത്രയുണ്ട് നോക്കിക്കേ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. പോയിന്റ് കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ 2, ഇവിടെ 2, പോയിന്റ് കഴിഞ്ഞ് ടോട്ടൽ 4 ഡിജിറ്റാണ് നമുക്ക് ആൻസറിൽ വരേണ്ടത്. അപ്പോൾ നോക്കിക്കേ, 1, 2, 3, 4 ഡിജിറ്റ് കഴിഞ്ഞിട്ട് എന്ത് പോയിന്റ് വരണം. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 1.4075. 1.4075 നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആരും ഇതേപോലെ മൊത്തം 0 ഇട്ട് ആഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. എന്താ ചെയ്തത് ഒന്നും കൂടെ പറയാം. നോക്കിക്കേ, നമുക്കിവിടെ ഈ പോയിന്റ് ഇട്ടുള്ളത് മാറ്റി പോയിന്റ് ഇടാതെ നമ്മൾ എഴുതി. ഇവിടെ 0.01 പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ വെറും 001. അതെന്താ? 1 തന്നെയല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? 01 എന്ന് എഴുതിയാൽ എന്താ? അത് 1 ആണ്. 0.0001 എന്ന് എഴുതിയാലോ അത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ എന്ത് വരും? അത് 1 എന്ന ആൻസർ വരും. ഇനി നോക്കിക്കേ, ഇത് രണ്ടിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വെച്ച് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ നമ്പർ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ നമുക്കിത് 14075 എന്ന് തന്നെ കിട്ടി. ഇനി എന്താ ചെയ്തത്? ലാസ്റ്റ് ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്? ഇവിടെ 0.75 തന്നിട്ടുണ്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്. ഇവിടെ 0.01. അപ്പോൾ അവിടെയും 2 ഡിജിറ്റ്. അപ്പോൾ ടോട്ടൽ 4 ഡിജിറ്റിന് ഇപ്പുറമാണ് പോയിന്റ് വരേണ്ടത്. അപ്പോൾ നോക്കിക്കേ, 5, 7, 0, 4 4 ഡിജിറ്റ് ആയല്ലോ. കഴിഞ്ഞ് പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് 1.4075 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാറ്റിൽ ഞാൻ നോക്കുവേ. 290.32 ഇൻറ്റു 0.02. ഇതെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കണം ഇപ്പോൾ തന്നെ. 290.32 ഇൻറ്റു 0.02 ആണ് ആൻസർ. അപ്പോൾ എത്രയാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഈ മോഡൽ തന്നെ നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ
ചെയ്യുവാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 25? ഇത് ഏത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും? ഇത് നമ്മുടെ ബോഡ്മാസ് റൂൾ വെച്ചിട്ടുള്ളതാണല്ലേ. ബോഡ്മാസ് റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ നോക്കിക്കേ, എ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു, ഇവിടെ നോട്ട് ഈക്വൽ ടു, ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു, 25-ന് തുല്യമല്ലാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിക്കുക. 25-ന് തുല്യമല്ലാത്തത് ഏത്? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 50 മൈനസ് 100 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? നോക്കിക്കേ, 50 മൈനസ് 25 നമുക്കിവിടെ 25 കിട്ടി. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ അല്ല. അപ്പം നമുക്കിനി രണ്ടാമത്തേത് ചെയ്ത് നോക്കാം. 20 പ്ലസ് 20 ഡിവൈഡ് ബൈ 4, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. ബ്രാക്കറ്റിലുള്ളത് വേണമല്ലോ ആദ്യം ചെയ്യാൻ. അപ്പം 20 ഡിവൈഡ് ബൈ 4 എത്രയാണ് നമുക്ക് വരുന്നത്? 5 ആണല്ലേ. അപ്പം 20 പ്ലസ് 5 എത്രയാ? 25. അപ്പം ഇവിടെയും നമുക്ക് 25 കിട്ടി, ഇവിടെയും നമുക്ക് 25 കിട്ടി. അടുത്ത നോക്കിക്കേ, 10 പ്ലസ് 5 ഇൻറ്റു 2 പ്ലസ് 10 മൈനസ് 5. 10 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ചെയ്യണമല്ലോ, ബി അല്ലേ ആദ്യം കിടക്കുന്നത്, ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ചെയ്യണം. 5 ഇൻറ്റു 2 10 പ്ലസ് 10 മൈനസ് 5 എത്രയാ? 5. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 25. അപ്പം ഇത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് 25. അടുത്തത് നോക്കിക്കേ, 24 പ്ലസ് 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 എന്താ? ബ്രാക്കറ്റിൽ വേണ്ട ആദ്യം ചെയ്യാൻ. 2 ഇൻറ്റു 1 2 വരും നമുക്ക്. അപ്പോൾ 24 പ്ലസ് 2 26. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, നോട്ട് ഈക്വൽ ടു 25. മൂന്നെണ്ണം 25-ന് ഈക്വൽ ആണ്, ഒരെണ്ണം ഈക്വൽ അല്ല. നമുക്ക് ബോഡ്മാസിൻ്റേത് ഡയറക്റ്റ് ഇപ്പം ഇതേപോലെ അല്ലെങ്കിൽ ഫ്രാക്ഷൻ രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമുക്ക് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്നും ബ്രാക്കറ്റ് മാറ്റി മാറ്റി, ചിലപ്പോൾ ഇവിടെ ബാർ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇതായിരിക്കും ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിൽ ശ്രദ്ധിച്ച് ബോഡ്മാസ് റൂൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബ്രാക്കറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് മാത്സിൽ തന്നെ ഒരു റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നോക്കിക്കുക, അടുത്ത ടേം ഏതാണെന്ന് ചോദിച്ചിരിക്കുക. നെക്സ്റ്റ് ടേം ഓഫ് 80, 10, 70, 50, 60 ഡാഷ് ഈസ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അടുത്ത ആളെ കണ്ടുപിടിക്കണം. 80 ഉണ്ട്, 10 ഉണ്ട്, 70 ഉണ്ട്, 15 ഉണ്ട്, 60 ഉണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. ഒരു റിലേഷൻ നോക്കി, ഇവിടുന്ന് ഒരു 10 കുറച്ചിട്ടാണ് അപ്പുറം എഴുതിയിരിക്കുന്നത്, അവിടുന്ന് ഒരു 10 കുറച്ചിട്ടാണ് ഇപ്പുറം എഴുതിയിരിക്കുന്നത്. ഒന്ന് ഇടവിട്ട് പോയേക്കണേ. ഇവിടെയാണെങ്കിലോ 5 കൂട്ടി പോയേക്കുക. ഇവിടെ 5 കൂട്ടി പ്ലസ് 5 ആണ്. ഇവിടെ എന്താ? 10 എന്ത് ചെയ്തിരിക്കുക? കുറച്ചേക്കുക, -10 ആണ്. 80-ന്ന് -10 ചെയ്തപ്പോൾ 70 കിട്ടി, 70-ന്ന് -10 ചെയ്തപ്പം 60 കിട്ടി. അപ്പോൾ ഇനി അടുത്തത് വരേണ്ടത് എന്താ? ഇവിടെ നിന്ന് നോക്കിക്കേ, 15 കിട്ടി. അപ്പോൾ ഈ 15-ൻ്റെ കൂടെ +5 ആഡ് ചെയ്യണം. എത്ര വരും? 20 വരും. ഇതൊരു റീസണിങ് ടൈപ്പ്, നമുക്ക് നവോദയ പോർഷൻസിലെ ഏറ്റവും ലാസ്റ്റത്തെ പോർഷനാണ്. നമുക്ക് കുറച്ച് റീസണിങ് രീതിയിലുള്ള മാത്സ് ചെയ്യാൻ, മെൻ്റൽ എബിലിറ്റി പോലെ തന്നെ, പക്ഷേ മാത്സ് വെച്ചിട്ടൊരു റീസണിങ്, എത്ര നിങ്ങൾ പെട്ടെന്ന് എങ്ങനെ ടേംസ് ഒക്കെ കണ്ടുപിടിക്കും എന്നറിയാൻ. അതിന് നമുക്ക് ഓരോ ടെക്നിക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ 10 സബ്ട്രാക്ട് ചെയ്ത് പോകുന്നു. അതിൽ നടുക്കുള്ള ഒന്ന് ഇടവിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? 5 പ്ലസ് ആഡ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമുക്ക് ആൻസർ A20 വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ, ദ നെക്സ്റ്റ് ടേം ഓഫ് ദ സീരീസ്, ഇതിലെ അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക എന്ന് പറയും. അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 1, 2, 4, 8. 1, 2, 4, 8 തന്നിരിക്കുന്നത്. എങ്ങനെയാണ്? 1 കഴിഞ്ഞ 2, 2 കഴിഞ്ഞ 4. ഇവിടെ 1 + 1 2 വന്നു. 2 + 1 ചെയ്താൽ 3 അല്ലേ വരുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ റിലേഷൻ നോക്കിക്കേ. 1 + 1 ചെയ്തപ്പോൾ 2 കിട്ടി. ആ കിട്ടിയ നമ്പറിനെ അത് വെച്ച് തന്നെ ഒന്നും കൂടെയും പ്ലസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. കിട്ടിയോ? ഇനി ആ കിട്ടിയതിനെ ആ നമ്പർ വെച്ച് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടി. ആ കിട്ടിയ നമ്പറിനെ
8 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അപ്പോൾ 1 2 4 8 അടുത്ത ആൾ 16 ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഈ രീതിയിൽ ഓരോന്നിനും ഒരു റിലേഷൻ ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് ആവറേജിലെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ആവറേജ്, ശരാശരി. മലയാളം മീഡിയം കുട്ടികൾക്ക് ശരാശരി എന്നാണ് പറയുന്നത്. ശരാശരി കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെയാണ് നമ്മൾ ശരാശരി കണ്ടുപിടിക്കേണ്ടത്? ഇപ്പം നമുക്ക് ഒരുപാട് ഇത് കണ്ടോ. ദ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ എ സ്റ്റുഡൻസ് ആർ 40 50 60 70 ആൻഡ് 80. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ശരാശരിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ്, ശരാശരി കാണാൻ നിങ്ങൾ ചെയ്യേണ്ടേ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറുകളെല്ലാം, ആ ഡിജിറ്റ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. 40 + 50 + 60 + 70 + 80 ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5. 5 നമ്പറാണുള്ളത്. 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നോക്കിക്കേ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 40 + 50. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, മനസ്സിലാവാൻ വേണ്ടി. ആദ്യമായിട്ട് ചെയ്യുമല്ലേ? 60 70 80. അപ്പോൾ ഇതേ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. നോക്കിയേ 40 + 50 + 60 + 70 + 80 നമുക്ക് 300 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ ഇവിടെ 300 / 5 നമുക്ക് എന്ത് കിട്ടും? 60 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്മളോട് ഇപ്പം ആവറേജ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ, ആവറേജ് അല്ലെങ്കിൽ ശരാശരി, ആവറേജ് തന്നിരിക്കുന്ന ഡിജിറ്റ്സ് ഉണ്ടല്ലോ, ആ ഡിജിറ്റ്സിനെ എല്ലാം കൂടെയും കൂട്ടണം. സം ഓഫ് ദ ഡിജിറ്റ് ബൈ നമ്പർ ഓഫ് ഡിജിറ്റ്. സം ഓഫ് ദ ഡിജിറ്റ് ബൈ നമ്പർ ഓഫ് ഡിജിറ്റ്. ഇതാണ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 40 + 50 + 60 70 80. ഇപ്പോൾ നിങ്ങൾക്ക് 2 3 കൂടെ ഉണ്ടെങ്കിൽ 100 120 അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കുക. 8 നമ്പർ ആണെങ്കിൽ /8 കൊടുക്കുക. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നിന്നും കൂടെ ഒരു ഹോംവർക്ക് ഞാൻ തരാണ്. 20 40 80 120 137 158 160. ഇതിൻ്റെ ആവറേജ്, ശരാശരി, ഇതെല്ലാം കൂടെയും കൂട്ടി എത്ര നമ്പർ ഉണ്ടോ അത് ചെയ്തിട്ട് ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്യണം. ഇത് രണ്ടും ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ 2 ക്വസ്റ്റ്യൻ തന്നു. ഇത് രണ്ടും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഇടുക, 2 ഇതിൻ്റെ ആൻസറും കൂടെ ചെയ്തിടണം. എല്ലാവരും ആൻസർ കമൻറ്റ് യൂട്യൂബിലെ വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ നോക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതുപോലെ ഉള്ള എല്ലാ മൾട്ടിപ്ലിക്കേഷനൊക്കെ, ഡെസിമലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് ചെയ്യണം. ആവറേജും ഓർത്ത് ചെയ്യണം. സീരീസ് ആയിട്ടൊരു വരുവാണെങ്കിൽ അത് പെട്ടെന്ന് റിലേഷൻ കണ്ടുപിടിച്ച് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം നവോദയ മിഷൻ നവോദയ 2025 ബാച്ച് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്ക് ഡെമോ ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ. ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. അതേപോലെ പേഴ്സണൽ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരാൻ ഒരു സാർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അവിടെ ഉണ്ടായിരിക്കും. സിലബസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും. സിലബസ് അനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. അറ്റ് ലാസ്റ്റ് വരെ നമ്മൾ റിവിഷൻ ടൈം വരെ ആ സിലബസ് ഫോളോ ചെയ്ത് എങ്ങനെ പഠിക്കണം, എത്ര പെട്ടെന്ന് ആ ഓരോ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാമെന്നായിരിക്കും നമ്മൾ പഠിപ്പിക്കുക. അതേപോലെ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്. ഇപ്പോൾ റെക്കോർഡഡ് എന്ന് പറയുമ്പോൾ റെക്കോർഡഡ് നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ്സസ് മൊത്തം നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അത് കൂടാതെ നമ്മൾ ലൈവ്, സൂമിലാണ് നമ്മൾ ലൈവ് വരുന്നത്. അപ്പം ആ സൂം ക്ലാസ്സിലെ ലൈവും നമ്മൾ റെക്കോർഡഡ് പോലെ ആപ്പിലേക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യാം? ആപ്പിൽ അത് കാണാൻ പറ്റും. അതേപോലെയുള്ളതാണ് സ്റ്റഡി മെറ്റീരിയൽ, വർക്ക്ഷീറ്റ് ബുക്ക് ചെയ്ത് നന്നായിട്ട് ഒത്തിരി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തവർ ചെയ്ത് പഠിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ വർക്ക്ഷീറ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് മോക്ക് എക്സാം. എല്ലാവർക്കും അറിയാലോ, എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പം ഇത് ഓർമ്മയുണ്ടോയെന്നൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? എക്സാം നടത്തണം. അതേപോലെ ഇപ്പോൾ CBSE കുട്ടികൾ പറയുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം കഴിഞ്ഞാൽ അതിലുള്ള പകുതി പോർഷൻസ് പിന്നെ നിങ്ങൾ നോക്കുന്നില്ല. പക്ഷേ നമ്മൾ നവോദയ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് പോർഷൻ മുതൽ ലാസ്റ്റ് വരെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കട്ടെ. ജോയിൻ ചെയ്യാനായിട്ട് 9496949929 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺ.